ഹൈവേയിൽ നിന്ന് സർഫസ് റോഡിലോട്ട് ഇറങ്ങുന്നതിൻ്റെ കോർണറിലായിട്ടാണ് കേട്ടോ ഈ വഴിയോര കച്ചവടം. ഈ കച്ചവടം നടത്തുന്നതൊക്കെ മെക്സിക്കൻസാണ്. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ മെക്സിക്കോയിൽ നിന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ബോക്സോട് കൂടി എടുത്താൽ വില കുറവാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ മേടിക്കാറുണ്ട്. ഞങ്ങൾ സാധാരണ ഈ റൂട്ടിൽ കൂടെയല്ല പള്ളി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവുക. പക്ഷേ അന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് അതിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ഫ്രൂട്ട്സൊക്കെ മേടിക്കാമെന്ന് കരുതിയിട്ടാണ് വണ്ടി നിർത്തിയത്. ക്യാഷ് കൊടുക്കണം, അല്ലെങ്കിൽ സെല്ല് ചെയ്യാം. അപ്പോൾ ഞാനൊരു ബോക്സ് മാങ്ങയും കുറച്ച് നേന്ത്രപ്പഴവും കുറച്ച് ചെറിയൊക്കെ മേടിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ മോൻ കരിക്ക് മേടിക്കാൻ വേണ്ടി പോണത് കണ്ടത്. അപ്പോൾ ഞാനും അവിടെ പോയി നിന്ന് ഒന്ന് റെക്കോർഡ് ചെയ്തു. 2 കരിക്കാണ് ഞങ്ങൾ മേടിച്ചത്. അമേരിക്കയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു കരിക്ക് കച്ചവടം കാണുന്നത്. ഞങ്ങൾ കാണാഞ്ഞിട്ടാണോ എന്നറിയില്ല, എന്തായാലും ആദ്യമായിട്ടൊന്ന് കണ്ടു. ആദ്യം വെട്ടിയ കരിക്കിൻ്റെ ഉള്ളിൽ പിങ്ക് കളറായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കേടാണല്ലോ, എനിക്ക് വേറെ തരുമെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു പിങ്കാണ് ഏറ്റവും നല്ല കരിക്കെന്ന്. അതെൻ്റെ മോനും ശരിവെച്ചു. ഇപ്പോൾ അവർ യൂസ് ചെയ്തത് ടഹീൻ എന്ന് പറയുന്ന ഒരു പൊടിയാണ് കേട്ടോ. പുളിയും എരിവും ഉപ്പും ഒക്കെയുള്ളൊരു പൊടി. അതൊരു മെക്സിക്കൻ ഫ്ലേവറിങ് പൗഡറാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ പകുതി പേർക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് കരിക്കിൽ അത് ഇടണ്ടെന്ന് പറഞ്ഞു. ഇവരെല്ലാ ഫ്രൂട്ട്സിലും ഒക്കെ ഇതിട്ടിട്ടാണ് കഴിക്കുക. വെജിറ്റബിൾസിലും ചിലപ്പോൾ ഇതിടും. അപ്പം ഞങ്ങൾ കരിക്കും വെള്ളമൊക്കെ അപ്പം തന്നെ കാറിൽ വെച്ച് തന്നെ എല്ലാവരും കൂടെ കഴിച്ച് അവസാനിപ്പിച്ചിട്ടോ. കരിക്ക് കഴിക്കാനുള്ള ഫോർക്കും കൈ തുടയ്ക്കാനുള്ള ടിഷ്യൂ ഒക്കെ കൂടെ അവർ തരും. ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് എല്ലാ പരിപാടികളും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം ഫ്രഷായിട്ടുള്ള കരിക്കും വെള്ളവും കരിക്കും ഒക്കെ കഴിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് വീട്ടിലോട്ട് എത്തിയത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.